എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേര് നമ്മുടെ അക്കാഡമിയിലോട്ട് വിളിച്ചിട്ട് റെയിൽവേ SSC എക്സാമുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം സാർ, ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരമാണ് കൃത്യമായിട്ട് എങ്ങനെ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. പലരും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയും നമ്മുടെ ആപ്പിനെ പറ്റിയൊക്കെ ഒന്നൊരു പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട എക്സാമുകളെ കുറിച്ചും ഞാനൊന്ന് പറയാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്, പലർക്കും അറിയാം ദിശ അക്കാഡമി ലൊക്കേറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ആൻഡ് കൊട്ടാരക്കരയാണ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. എങ്കിൽ പോലും പല ഡിസ്റ്റൻസിന്റെ പ്രശ്നം കൊണ്ടും വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഒക്കെ പലർക്കും വന്ന് ചേർന്ന് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദിശ ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കൂടി നമ്മൾ കൃത്യമായി ഓഫ്ലൈൻ അക്കാഡമിയിൽ എങ്ങനെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ ഓൺലൈനിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകണം. അതിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കും മക്കളെ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ബാങ്കിങ് എക്സാമുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ തരാം. ഇതാണ് നമ്മുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പിന്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്താനായിട്ട് പോവാണ്. അപ്പോൾ ഈ ആപ്പിലൂടെ ക്ലാസ്സുകൾ പഠിക്കണം, റെഗുലറായി ഓഫ്ലൈൻ അക്കാഡമിയിൽ പഠിക്കണം, അതുപോലെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അക്കാഡമിയുടെ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങളെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ സെലക്ട് ചെയ്തിട്ടുള്ളവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, വേണ്ടതായ നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് തരികയും ചെയ്യും. ആദ്യമേ ആ കാര്യം പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കോഴ്സുകളെ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആദ്യമേ നമ്മുടെ റിസൾട്ട് ഒക്കെ നേടിയ വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ അക്കാഡമി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് SSC, റെയിൽവേ, അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സാമുകളെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക്, മലയാളികൾ ഓരോരുത്തരോടും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേരളത്തിനും വെളിയിലും ഒക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ ഒരുപാട് പേര് നമ്മുടെ ആപ്പ് സെലക്ട് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അവർക്ക് കുറച്ചുകൂടി നല്ല ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദിശ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമിയിൽ വന്ന് പഠിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതേ സ്റ്റേച്ചറിൽ തന്നെ നിങ്ങൾ ഏത് ലൊക്കേഷനിൽ ഇരുന്നാലും പഠിക്കാൻ സാധിക്കുന്ന ഒരു കിടിലം പ്ലാറ്റ്ഫോമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കളെ, ഇനി അത്തരത്തിൽ വിഷമിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ ഓൺലൈനിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റെയിൽവേ പോലെ വരാനിരിക്കുന്ന റെയിൽവേ എക്സാം, SSC എക്സാമുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കോഴ്സുകൾ ഇമ്മീഡിയറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. റെയിൽവേയുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ അറിഞ്ഞു കാണും, ഓഗസ്റ്റോട് കൂടിയൊക്കെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവുകയാണ്. ഗ്രൂപ്പ് ഡി, NTPC പോലെയുള്ള എക്സാമുകളുടെ. അപ്പൊ 2 ലക്ഷത്തോളം വേക്കൻസികൾ റെയിൽവേയിൽ അവൈലബിൾ ആയിട്ട് വരികയാണ്. അപ്പോൾ റെയിൽവേയുടെ ഒരു ബാച്ച് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ ഒട്ടും വിഷമിക്കേണ്ട. അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അതേ സ്റ്റേച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ SSC ബാച്ചുകൾ, SSC ബാച്ച് എന്ന് പറയുമ്പോൾ SSC CGL നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ CHSL 9-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്ന മക്കളെ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. 9-ാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക മക്കളെ. +2 യോഗ്യതയുള്ള എല്ലാവർക്കും CHSL അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MTS എക്സാമിന് നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരാനായിട്ട് പോവുകയാണ്. അപ്പോ നമ്മുടെ ഫ്രണ്ടിൽ CGL, CHSL, MTS പോലെയുള്ള പരീക്ഷകളുണ്ട്. അപ്പോ SSC MTS-ന്, SSC CHSL-ന്, SSC CGL നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി SSC-യുടെ ഒരു കോഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കോഴ്സുകളാണ് ഇമ്മീഡിയറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്, റെയിൽവേ അതുപോലെ തന്നെ SSC. അപ്പൊ കോഴ്സ് വേണ്ടവര് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്താൽ നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും വേണ്ടതായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്താണ് ഈ കോഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ നോക്കൂ, നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ ധാരാളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് കൂടാതെ തന്നെ ലൈവ് സെക്ഷൻസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോകുന്നത് പോലെ തന്നെ കൃത്യമായി ഷെഡ്യൂളുകൾ ബേസ് ചെയ്തുകൊണ്ട് ഒരു വീക്കിലെ ഷെഡ്യൂളുകൾ കൃത്യമായി
നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് പോകണം. അപ്പൊ ഇതുപോലെ ഷെഡ്യൂളുകൾ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ ഓരോ ദിവസത്തെയും ക്ലാസ്സുകളെ കുറിച്ച് കൃത്യമായ ആക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ ആ ടൈമിൽ ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് സെക്ഷൻസ് എന്താണ് ആ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. 1 ഇയർ ആണ് ഈ ആപ്പ് സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന തുടക്കത്തിലുള്ള കിടിലം ഓഫർ ആണ്. 1 വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 6 മാസം കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്യും. 6 മാസവും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു, ആപ്പിന്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. ടോട്ടൽ 12 മന്ത്സ് നിങ്ങൾ ആദ്യം നമ്മുടെ അക്കാഡമിയുടെ ആപ്പ് സെലക്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ 12 മാസം ആക്സസ് കൊടുക്കാനായിട്ട് പോവാണ് മക്കളെ. അപ്പൊ എല്ലാവരും താല്പര്യമുള്ളവർ, ഞാനിത് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേര് വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും കോളിലൂടെയും ഒക്കെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാവരെയും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യന്റെ ഏറ്റവും നല്ല ഉത്തരമാണ് ദിശ ഓൺലൈൻ എന്ന് പറയുന്നത്. കൃത്യമായി പഠിക്കുക. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾക്കും നമ്മുടെ മെന്റേഴ്സ് ഉൾപ്പെടെയുള്ള സപ്പോർട്ടുകൾ കൂടെ ഉണ്ട്. അപ്പൊ ഷെഡ്യൂൾ ബേസ്ഡ് ക്ലാസ്സുകളാണ്. 1 ഇയർ ആക്സസ് ഉണ്ട്. PDF മെറ്റീരിയൽ മക്കളെ എല്ലാത്തിന്റെയും ഡെയിലി PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കൂ, ഏതൊരു എക്സാമിനും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ്, മന്ത്ലി ഉള്ള കറണ്ട് അഫയറുകൾ ഒക്കെ നമുക്ക് ഈ ആപ്പ് വഴി നിങ്ങൾക്ക് കൃത്യമായി തരുന്നതായിരിക്കും. കൂടാതെ മോക്ക് എക്സാം ഫെസിലിറ്റി മക്കളെ എല്ലാവരും വിളിക്കുന്നവർ ചോദിക്കുന്നതാണ്, സർ ഈ ക്ലാസ്സുകളൊക്കെ കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാംസ് എഴുതി നോക്കണ്ടേ? നിരവധി ആയിരക്കണക്കിന് മോക്ക് എക്സാംസ് നമ്മുടെ ഈ ആപ്പ് വഴി അവൈലബിൾ ആക്കി തരാനായിട്ട് പോവാണ്. കേരളത്തിലെ മറ്റു ഒരു അക്കാഡമിക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി, കൃത്യമായ പ്ലാനോടുകൂടി ദിശ അക്കാഡമി നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് SSC, റെയിൽവേ, ബാങ്കിങ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കോഴ്സ് എത്തുകയാണ്. തുടക്കത്തിലെ റെയിൽവേ SSC എക്സാമുകൾ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായതുകൊണ്ട് അതിന്റെ കോഴ്സുകളാണ് ആദ്യമേ ലോഞ്ച് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്നത്. പിന്നെ സെക്ഷൻ വൈസ്, ടോപ്പിക് വൈസ് എക്സാം, സെക്ഷൻ വൈസ് എക്സാമും ടോപ്പിക് വൈസ് എക്സാംസും മോക്ക് എക്സാം കൂടാതെ നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനായി സാധിക്കും. മക്കളെ നിങ്ങളെ എല്ലാം അറേഞ്ച് ചെയ്യാനും കൃത്യമായി പ്ലാൻ ചെയ്യാനും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഈ ഗ്രൂപ്പുകൾ വഴി കൃത്യമായി വേണ്ടതായ നിർദ്ദേശങ്ങൾ തരും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി കളക്ട് ചെയ്യും. ഈ ഗ്രൂപ്പിൽ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ 5ൽ കൂടുതൽ മെന്റേഴ്സ് ഈ ഗ്രൂപ്പിൽ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾക്കും കാര്യങ്ങൾക്കും ഉള്ള ക്ലിയറൻസ് തരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൃത്യമായി വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ദിശ അക്കാഡമി നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി, ഒരു SSC ജോലി അല്ലെങ്കിൽ റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നേടിയെടുക്കാൻ സാധിക്കും. ഡെമോ ക്ലാസ്സുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ കയറുന്ന ഒരാൾക്ക് ആദ്യം ക്ലാസ്സുകൾ കാണാം. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും നമ്മുടെ ആപ്പ് ആദ്യമായി പരിചയപ്പെടുന്നവർക്ക് ആ ഇന്റർഫേസ് മനസ്സിലാക്കാൻ വേണ്ടി ഡെമോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആൾറെഡി തന്നെ കുറച്ച് റെക്കോർഡഡ് ക്ലാസ്സസ് അതിൽ അപ്ലോഡ് ചെയ്യും. കൂടാതെ ഡെയിലി ഉള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യും, അതിലൂടെ ലൈവ് ക്ലാസ്സുകളായി നിങ്ങളെ തരും. പല ലെവൽ ഓഫ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഒക്കെ പഠിക്കാനായിട്ട് പല ലെവൽ ഓഫ് ക്ലാസ്, ബേസ് പഠിക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ, അതിനുശേഷം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അങ്ങനെ ഒരു ശരാശരി ആയിട്ടുള്ള ആൾക്ക് പോലും കൃത്യമായി പഠിച്ചെടുക്കാനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ എന്തിലൂടെ തരാനായിട്ട് പോവാണ്, ദിശ ഓൺലൈനിലൂടെ തരാനായിട്ട് പോകണം. അപ്പൊ മക്കളെ നിങ്ങൾ എല്ലാവരും ഒട്ടും സമയം കളയാതെ വാട്സപ്പ് ചെയ്തോ കോൾ ചെയ്തോ കൃത്യമായി ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി റെയിൽവേയുടെ എക്സാമുകൾ ഏതൊക്കെയാ വരാൻ പോകുന്നത് മക്കളെ? റെയിൽവേയുടെ ഏതൊക്കെ എക്സാംസ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ ഉള്ളത്? NTPCയുടെ എക്സാം ഉണ്ട്, അതുപോലെ RRB JEയുടെ എക്സാം ഉണ്ട്, ALP യുടെ എക്സാം ഉണ്ട്, ഗ്രൂപ്പ് D എക്സാംസ് ഉണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം വേക്കൻസി വരാൻ പോകുന്ന RRB എക്സാംസ്, റെയിൽവേ എക്സാംസ്. നിങ്ങളെ ഇതിനോടകം തന്നെ പല ചാനലുകളിലൂടെയും പല ആളുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വേക്കൻസിയെ കുറിച്ച്. അപ്പൊ മക്കളെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് കൃത്യമായിട്ടും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ തരേണ്ടത്. അപ്പോൾ കൃത്യമായും ആ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ സെറ്റ് ആയിട്ട് നിൽക്കണം, നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് നിൽക്കണം. പല ആളുകളും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, റെയിൽവേക്ക് എക്സാമുകൾ ക്വാളിഫൈ ചെയ്യുന്ന പലരും SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാരണം
രണ്ടിന്റെയും സിലബസ് പാറ്റേൺ ഏകദേശം സെയിം ആണ്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നന്നായി പഠിച്ച്, റീസണിങ് നന്നായി പഠിച്ച്, ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും നന്നായി പഠിച്ചു നിൽക്കുന്ന SSC ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചില ആൾക്കാർ എക്സാം റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അന്നേരം പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളോടും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേ പഠിച്ചു തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിലൂടെ കൃത്യമായി ക്ലാസ്സുകൾ ഇട്ട് തരുന്നത്, നോട്ടിഫിക്കേഷൻസ് തന്ന് നിങ്ങളെ അലേർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ദിശ അക്കാഡമി ഒരിക്കലും നോട്ടിഫിക്കേഷൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചാനലല്ല. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കയറിയത് കാണും. നമ്മുടെ ചാനലിൽ 900ഓളം വീഡിയോസിൽ 700ഓളം വീഡിയോ ക്ലാസ്സുകൾ മാത്രമാണ്, അല്ല നോട്ടിഫിക്കേഷൻസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻലി മലയാളികളായിട്ടുള്ള നമ്മുടെ പല സ്ഥലത്തുള്ള എല്ലാ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും നമ്മൾ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ നന്നായി പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. റെയിൽവേയുടെ 4 കാറ്റഗറി എക്സാംസ്, RRB JEE, അതുപോലെ തന്നെ ALP, അതുപോലെ NTPC, ഗ്രൂപ്പ് ഡി, അതുപോലെ RPF പോലെയുള്ള കോഴ്സുകൾ വരുന്നുണ്ട്. ഏകദേശം 2.25 ലക്ഷത്തോളം വേക്കൻസിയാണ് വരാൻ പോകുന്നത്. നന്നായി പഠിച്ചു തുടങ്ങുക. റെയിൽവേയുടെ SSCയുടെ എക്സാമുകൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് മക്കളെ? നിങ്ങൾക്കറിയാം SSC എന്നാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. CHSL +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. 10th യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ 3 കാറ്റഗറി തന്നെ കണ്ടോ, CGL, CHSL, MDS. അപ്പോ 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വരെ ഏത് എക്സാംസ് എഴുതാം? SSC എക്സാംസ് എഴുതാം. നമ്മുടെ എല്ലാ ആളുകളും SSC എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോണം. CHSLന്റെ ഡേറ്റ് 9th മെയ് വന്നു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. 9th മെയ്യിൽ നോട്ടിഫിക്കേഷൻ വന്നു. നെക്സ്റ്റ് മന്ത് ആരുടെ വരുന്നുണ്ട്? MTSന്റെ വരുന്നുണ്ട്. CGL ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി 2024 SSC GD വരാൻ പോകുന്നുണ്ട്. SSC JEE ഇനി ഉടനെ വിളിക്കാൻ പോകുന്നുണ്ട്. CPO വിളിക്കാൻ പോകുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ വിളിക്കാൻ പോകുന്നുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫ്രണ്ടിൽ കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏത് എക്സാം മസ്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യും? RRB ക്ലിയർ ചെയ്യും, റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ റെയിൽവേ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ റെയിൽവേയുടെ എക്സാമിന് വേണ്ടി നിങ്ങൾ മുന്നേ പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? SSC എക്സാംസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മക്കളെ, ചെറിയ പ്രായത്തിൽ നല്ല ജോലി നേടിയെടുക്കാൻ, നല്ല ഹാർഡ് വർക്കോട് കൂടി പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റെയിൽവേ എക്സാംസ് ക്വാളിഫൈ ചെയ്യാം. ഇനി SSC 2023 വളരെ ഇമ്മീഡിയറ്റ് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ഡേറ്റ് വരുന്നത് 8ാം മാസമാണ്. അതുപോലെ 9ാം മാസം MTSന്റെ എക്സാമിന്റെ ഡേറ്റ് വരുന്നുണ്ട്. CPOയുടെ എക്സാമിന്റെ ഡേറ്റ് 10ാം മാസം വരുന്നുണ്ട്. അതായത് ഏതൊക്കെയാണ്? നവംബർ മാസം വരുന്നുണ്ട്, ഓഗസ്റ്റ് മാസം വരുന്നുണ്ട്, സെപ്റ്റംബർ മാസം വരുന്നുണ്ട്, പിന്നെ ഒക്ടോബർ മാസം വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഈ മാസം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിൽ നമുക്ക് ഓരോരോ പരീക്ഷകളായിട്ട് SSC എഴുതുന്നവർക്ക് ഫ്രണ്ടിൽ കിടക്കുക, ഡേറ്റ് ഫ്രണ്ടിൽ നിൽക്കുക. ഇനിയും പഠിക്കാൻ ഒട്ടും നിങ്ങൾ കാത്തു നിൽക്കാൻ പാടില്ല. അപ്പൊ അക്കാഡമി എല്ലാ സപ്പോർട്ടും തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചു ചോദിച്ചോ, അത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യൂ. എപ്പോഴെങ്കിലും ഞങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായും റിപ്ലൈകൾ തരുന്നുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ട്രിവാൻഡ്രവും കൊട്ടാരക്കരയും വരുന്ന ഓഫ്ലൈൻ അക്കാഡമി പഠിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ദിശ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തും. അതുപോലെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളും എത്തും. അപ്പോൾ ഓക്കെ, താങ്ക് യു.